ഹായ് മുദ്ദളം എന്തൊക്കെ പറ്റാം സുഖമല്ലേ? അപ്പോൾ നമ്മൾ കാണിക്കാൻ പോണെന്ന് ആഗസ്റ്റ് 15-ൻ്റെ പതാക പൊക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കാൻ പോണേ. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം. വീഡിയോ കാണുന്ന മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പന്നവും വൈവിധ്യപൂർണവുമായ എൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും പൊതുജനങ്ങളെയും മുതിർന്നവരെയും ആദരിക്കുകയും എല്ലാവരോടും വിനയപൂർവ്വം പെരുമാറുകയും ചെയ്യും. ഞാൻ എൻ്റെ നാടിനോടും നാട്ടുകാരോടും സേനാവിനോടും പ്രതിജ്ഞ ചെയ്യുന്നു. എൻ്റെ നാടിൻ്റെയും നാട്ടുകാരുടെയും ക്ഷേമത്തിനും ജയ് ഹിന്ദ്. ഹാൻസ് ഇപ്പൊ അതിന്റെയൊക്കെ റേഞ്ച് മാറി MDMA ആ സാധനങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ പിടിച്ചിരിക്കുന്ന മണ്ണാർക്കാടാണ്. മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലാണ്. അപ്പൊ നമുക്ക് അഭിമാനിക്കാം അല്ലേ? ആ ഒരു കാര്യത്തില് നമ്മള് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മുടെ 100-200 വർഷത്തോളം വിദേശികളുടെ അടിമകളായിരുന്ന നമുക്ക് നമ്മുടെ എന്താ പറയാ ഒരുപാട് മഹത് വ്യക്തികൾ അവരുടെ ചോരയുടെ ചൂടും വേർപ്പിന്റെ ഉപ്പും കലർന്ന സ്വാതന്ത്ര്യമാണ് നമുക്ക് നേടി തന്നിരിക്കുന്നത്. വളരെ നിസ്സാരമായിട്ട് നമുക്ക് നമ്മുടെ ഒരു 18-20 വയസ്സ് 17 വയസ്സുള്ള ഒരു കുട്ടിയെ MDMAയുടെ സാധനം കിട്ടിയില്ല. അവനെ പിടിച്ചപ്പോൾ പറഞ്ഞതാണ് ആക്റ്റീവായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത് എന്നാണ്. അപ്പൊ എന്താണ് ഈ ആക്റ്റീവ്നെസ്? നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഞാനിപ്പോ ഓൾ ഇന്ത്യ പോലീസ് മീറ്റിലെ കോമ്പറ്റീഷന് ഇറങ്ങാൻ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഇറങ്ങുന്ന ഞങ്ങൾ വനിതാ പോലീസ് ടീമില് ഉള്ളൊരു അംഗമാണ് ഞാൻ. കേരളത്തിൽ നിന്ന് വനിതാ പോലീസുകാര് കേരള പോലീസ് ഇതുവരെയും കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടില്ല. അപ്പൊ എന്റെ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്പോർട്സ് ആണ്, അല്ലെങ്കിൽ എന്റെ വർക്കൗട്ടാണ് എന്റെ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതമാണ് ലഹരിയായിട്ട് കണക്കാക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നിങ്ങൾ തീർച്ചയായും കുഞ്ഞുങ്ങളെന്ന നിലയിൽ നിങ്ങൾ ഉൾപ്പെട്ടേ മതിയാവൂ. എൻ്റെ മകനെ കഴിഞ്ഞും പ്രായം കുറഞ്ഞവരാണ് ഇതിൽ ഏറിയ ആളുകളും. അതുകൊണ്ടാണ് എനിക്കിപ്പോ എന്താ പറയാ വളരെ വൈകിയ അവസരത്തിലാണ് ഇങ്ങനൊരു തോന്നലുണ്ടായത്. എന്തായാലും ഇറങ്ങിയതൊന്നും മോശമായില്ല. നാഷണൽ മെഡൽ ഉൾപ്പെടെ നാഷണൽ ഗോൾഡ് മെഡൽ ഉൾപ്പെടെ ഒരുപാട് മെഡലുകൾ എനിക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ജീവിതമാവണം ലഹരി. ഒരിക്കലും ലഹരിയുടെ പിന്നാലെ പോകരുത്.